സർവ്വജീവജാലങ്ങൾക്കും വേണ്ട ഊർജം നൽകുന്ന ഒരു മഹാശക്തിയാണ് സൂര്യൻ എന്ന ഗോളം. സൂര്യനെ ചുറ്റിക്കൊണ്ട് നിരവധി ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും സദാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഗോളസമൂഹത്തെ സൗരയൂഥമെന്ന് പറയുന്നു. ചന്ദ്രന് ഭൂമിയെ ഒരു പ്രാവശ്യം ചുറ്റാൻ ഏകദേശം 27 ദിവസം വേണം. അതായത് ഒരു ദിവസം കൊണ്ട് ചന്ദ്രൻ ചന്ദ്രപഥത്തിൽ ഏകദേശം 13.3 ഡിഗ്രി നീങ്ങിയിരിക്കും. ഇങ്ങനെ 13.3 ഡിഗ്രി വീതമുള്ള 27 ഭാഗങ്ങളായി ഭാഗിച്ചാൽ ഇതിലൊരു ഭാഗമാണ് ഒരു നാൾ. ഈ ഭാഗങ്ങളിൽ കാണുന്ന നക്ഷത്രങ്ങളുടെയോ നക്ഷത്രഗണങ്ങളുടെയോ അടിസ്ഥാനത്തിൽ ഓരോ ഭാഗത്തിനും പേര് നൽകിയിരിക്കുന്നു. അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട എന്നിങ്ങനെയാണ് പേരുകൾ. ചന്ദ്രന്റെ സഞ്ചാരപഥത്തിൽ വരുന്ന നക്ഷത്രങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നാളുകൾ രൂപപ്പെടുന്നത് എന്ന് മനസ്സിലായല്ലോ. ഇനി മാസങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന് നോക്കാം. മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം എന്നിങ്ങനെ 12 മലയാള മാസങ്ങളാണുള്ളത്. ഭൂമിയുടെ വാർഷിക ചലനം കൊണ്ടാണ് സൂര്യന്റെ പശ്ചാത്തലത്തിൽ വരുന്ന നക്ഷത്രങ്ങൾക്കിടയിലൂടെ സൂര്യൻ നീങ്ങുന്നതായി തോന്നുന്നത്. ഇങ്ങനെ സൂര്യൻ നക്ഷത്രങ്ങൾക്കിടയിലൂടെ പോകുന്നതായി തോന്നുന്ന ഈ സൂര്യപഥത്തെ ക്രാന്തിവൃത്തമെന്ന് പറയുന്നു. ക്രാന്തിവൃത്തത്തെ 12 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഇവയാണ് 12 സൗരരാശികൾ. ഓരോ രാശിയിലുമുള്ള നക്ഷത്രഗണത്തിന്റെ പേരിലായിരിക്കും ആ രാശി അറിയപ്പെടുന്നത്. ഈ ഭാഗങ്ങളിലുള്ള നക്ഷത്രങ്ങളെ ചേർത്ത് തങ്ങൾക്ക് പരിചിതമായ ചില രൂപങ്ങളുമായി സദൃശ്യപ്പെടുത്തി സങ്കല്പിച്ചിരിക്കുന്നു. നക്ഷത്രഗണങ്ങളെ സിംഹം, നായ, വേട്ടക്കാരൻ, തേൾ, കാള തുടങ്ങി വിവിധ രൂപങ്ങളിൽ സങ്കല്പിച്ചിരിക്കുന്നു. സൂര്യൻ ഏതു രാശിയിലാണോ കാണപ്പെടുന്നത് അതായിരിക്കും അപ്പോഴത്തെ മാസം. സൂര്യൻ ഒരു രാശി കടക്കാൻ ഏകദേശം 30 ദിവസമെടുക്കും. ഞാറ്റുവേല. സൂര്യൻ 12 രാശികളിലൂടെ കടന്നു പോകാൻ എടുക്കുന്ന സമയം കൊണ്ട്, അതായത് 365 ദിവസം കൊണ്ട് 27 നാളുകളിലൂടെയും കടന്നു പോകുന്നു. അപ്പോൾ ആ നാളിനോടൊപ്പം സൂര്യൻ നിൽക്കുന്ന കാലയളവാണ് ഞാറ്റുവേല. ഒരു ഞാറ്റുവേലയുടെ കാലയളവ് ഏകദേശം 13-14 ദിവസങ്ങളാണ്. തിരുവാതിര ഞാറ്റുവേല മിഥുന മാസത്തിലാണ്. എന്നാൽ അശ്വതി ഞാറ്റുവേല മേടമാസത്തിലാണ്. ഇനി നമുക്ക് സൂര്യനെയും പ്രപഞ്ചോൽപത്തിയെയും കുറിച്ച് പഠിക്കാം. ചുട്ടുപഴുത്ത ഒരു വാതക ഗോളമാണ് സൂര്യൻ. നമ്മൾ കാണുന്നത് അതിൻ്റെ പുറത്തെ പാളിയായ പ്രഭാമണ്ഡലം അഥവാ ഫോട്ടോസ്ഫിയറാണ്. എന്നാൽ സൂര്യന്റെ അകക്കാമ്പിൽ 1.5 കോടി കെൽവിൻ താപനിലയും അതിഭീമമായ മർദ്ദവും ഉണ്ടായിരിക്കും. അവിടെ നടക്കുന്ന ഹൈഡ്രജൻ ഫ്യൂഷൻ എന്ന പ്രതിഭാസമാണ് സൂര്യന്റെ ഊർജ സ്രോതസ്. വികിരണ മേഖലയ്ക്ക് പുറത്തുള്ള സംവഹന മേഖല ഈ ഊർജം സ്വീകരിച്ച് സംവഹന പ്രക്രിയയിലൂടെ പുറത്തുള്ള പ്രഭാമണ്ഡലത്തിന് കൈമാറുന്നു. ഇങ്ങനെ ചുട്ടുപഴുക്കുന്ന പ്രഭാമണ്ഡലം ഉത്സർജിക്കുന്ന പ്രകാശമാണ് നാം കാണുന്ന സൂര്യൻ. പ്രഭാമണ്ഡലത്തിന് പുറത്തുള്ള കനം കുറഞ്ഞ മേഖലയായ വർണ്ണമണ്ഡലവും അതിനു പുറത്തുള്ള വിശാലമായ മേഖലയായ കൊറോണയും സൂര്യന്റെ അന്തരീക്ഷമായി കണക്കാക്കാം.
പ്രഭാമണ്ഡലത്തിന്റെ ശരാശരി താപനില 6000 കെൽവിനോളം വരുമെങ്കിലും താപനില അതിലും കുറഞ്ഞ ചില മേഖലകൾ കറുത്ത പൊട്ടുപോലെ കാണപ്പെടാറുണ്ട്. ഇവയാണ് സൗരകളങ്കങ്ങൾ അഥവാ സൺസ്പോട്സ്. സൗരപ്രതലത്തിൽ നിന്ന് പുറത്തേക്ക് ഹൈഡ്രജന്റെയും ഹീലിയത്തിന്റെയും അണുകേന്ദ്രങ്ങളുടെ, അതായത് പ്രോട്ടോണുകളും ആൽഫ കണങ്ങളും വൻ പ്രവാഹം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് സൗരവാതം. സൗരപ്രതലത്തിൽ ചിലപ്പോൾ വൻ ജ്വാലകൾ ഉയർന്നു പൊങ്ങി ആർച്ച് രൂപത്തിൽ തിരിച്ചു പതിക്കാറുണ്ട്. ഇവയാണ് സൗരപ്രോമിനൻസുകൾ. സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശം ഭൂമിയിലെത്താൻ 8.5 മിനിറ്റ് സമയമെടുക്കും. ഇത്രയും സമയം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം 15 കോടിയോളം കിലോമീറ്റർ വരും. ഇതാണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. സൂര്യനിൽ ഉള്ളതുപോലെ തന്നെ മറ്റു നക്ഷത്രങ്ങളിലും ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഫ്യൂഷൻ പ്രവർത്തനത്താൽ തന്നെയാണ്. നെബുലയിലാണ് നക്ഷത്രങ്ങൾ ജന്മമെടുക്കുന്നത്. ക്രമരഹിതമായ ചലനം കൊണ്ടും മറ്റും അടുത്തടുത്ത് വരുന്ന വാതകധൂളികൾ ഗുരുത്വാകർഷണ ബലത്താൽ ചേർന്നു വരുന്നതോടെ നെബുല കേന്ദ്രങ്ങൾ രൂപം കൊള്ളുന്നു. കൂടുതൽ കണികകൾ ഗുരുത്വാകർഷണ ഫലമായി നെബുല കേന്ദ്രത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു. അതുവഴി ക്രമേണ സാന്ദ്രത കൂടുകയും കേന്ദ്രത്തിലെ താപനില വർദ്ധിക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് ഹൈഡ്രജൻ ന്യൂക്ലിയസുകൾ കൂടിച്ചേർന്ന് ഹീലിയം ന്യൂക്ലിയസുകളായിത്തീരുന്നു. ഇങ്ങനെ ഫ്യൂഷൻ മുഖേന ഊർജമുണ്ടാകുമ്പോഴാണ് നമ്മുടെ ദൃഷ്ടിയിൽ നക്ഷത്രമായി കാണുന്നത്. ഗുരുത്വാകർഷണ ബലം കൊണ്ട് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കോടിക്കണക്കിന് നക്ഷത്രങ്ങളും നക്ഷത്രാന്തര ദ്രവ്യങ്ങളും ചേർന്നതാണ് നമ്മുടെ ഗാലക്സി. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്ന നക്ഷത്രങ്ങളെല്ലാം നമ്മുടെ ഗാലക്സിയായ ആകാശഗംഗയിൽ ഉൾപ്പെടുന്നതാണ്. ഇങ്ങനെ കോടിക്കണക്കിന് ഗാലക്സികൾ പ്രപഞ്ചത്തിലുണ്ട്. ഗാലക്സികൾ സ്വയം ഭ്രമണം ചെയ്യുന്നുണ്ട്. ആകാശഗംഗയ്ക്ക് സ്വയം ഭ്രമണത്തിന് 20 കോടിയിലേറെ വർഷം വേണമെന്ന് കരുതപ്പെടുന്നു. നക്ഷത്രങ്ങളിലേക്കും മറ്റുമുള്ള വലിയ ദൂരങ്ങൾ പ്രസ്താവിക്കാൻ സാധാരണ ഉപയോഗിക്കുന്ന അളവ് തോതാണ് പ്രകാശവർഷം. ഒരു പ്രകാശവർഷം 9.46 ഗുണം 10⁻12 കിലോമീറ്റർ ആണ്. സൂര്യനിൽ നിന്ന് ഏറ്റവും അടുത്ത നക്ഷത്രത്തിലേക്ക് 4.25 പ്രകാശവർഷം ദൂരമുണ്ട്. അതുപോലെ നമ്മുടെ ഗാലക്സിയുടെ ഒരു വക്കിൽ നിന്ന് മറ്റേ വക്കിലേക്കുള്ള ദൂരം 1,00,000 പ്രകാശവർഷമാണ്. ഈ ഗാലക്സിയിൽ നിന്ന് അടുത്ത ഗാലക്സിയായ ആൻഡ്രോമീഡയിലേക്ക് 24 ലക്ഷം പ്രകാശവർഷം ദൂരമുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. ഇത്തരം കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് നമ്മുടെ പ്രപഞ്ചം. പ്രപഞ്ച രഹസ്യങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിൽ മനുഷ്യൻ തൻ്റെ നിരീക്ഷണങ്ങൾ കൂടുതൽ കൃത്യവും സൂക്ഷ്മവുമുള്ളതാക്കാൻ ധാരാളം ഉപകരണങ്ങൾ രൂപപ്പെടുത്തി. ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ഗലീലിയോ നടത്തിയ ആകാശ നിരീക്ഷണങ്ങളിലെ കണ്ടെത്തലുകൾ കോപ്പർനിക്കസിന്റെ സൗരകേന്ദ്ര സിദ്ധാന്തത്തെ പിന്തുണച്ചു. ചന്ദ്രന്റെ ഉപരിതലം ഉയർച്ചയും താഴ്ചയുമുള്ളതാണെന്ന് ഗലീലിയോ നിരീക്ഷിച്ചു. ഇതിൽ നിന്നും അരിസ്റ്റോട്ടിൽ വിശ്വസിച്ചിരുന്നതുപോലെ ചന്ദ്രന്റെ ഉപരിതലം പൂർണ്ണതയുള്ളതോ മിനുസമുള്ളതോ അല്ല എന്ന് ബോധ്യമായി. ടെലിസ്കോപ്പ് ഉപയോഗിച്ചുള്ള നിരീക്ഷണങ്ങളിലൂടെ ശുക്രനും
ചന്ദ്രനെപ്പോലെ വൃദ്ധിക്ഷയങ്ങളുണ്ടെന്ന് ഗലീലിയോ കണ്ടെത്തി. വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളായ യൂറോപ്പ, കാനിമെഡ, കാലിസ്റ്റോ എന്നിവ വ്യാഴത്തെ ചുറ്റിക്കറങ്ങുന്നുവെന്നും കണ്ടെത്തി. പ്രപഞ്ച വസ്തുക്കളുടെയെല്ലാം കറക്കത്തിന്റെ കേന്ദ്രം ഭൂമിയാണ് എന്ന സിദ്ധാന്തവുമായി ഇത് പൊരുത്തപ്പെടാതെ വന്നു. ഇങ്ങനെ ഗലീലിയോയുടെ കണ്ടെത്തലുകൾ ഭൂകേന്ദ്ര സിദ്ധാന്തത്തെ ദുർബലമാക്കി. പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചുള്ള 2 സിദ്ധാന്തങ്ങളാണ് മഹാസ്ഫോടന സിദ്ധാന്തവും സ്ഥിരാവസ്ഥാ സിദ്ധാന്തവും. ഇതിൽ മഹാസ്ഫോടന സിദ്ധാന്തമാണ് കൂടുതൽ അംഗീകരിക്കപ്പെട്ടത്. ടെലിസ്കോപ്പിലൂടെയുള്ള നിരീക്ഷണത്തിൽ ഓരോ ഗാലക്സിയും മറ്റൊന്നിൽ നിന്ന് അവിശ്വസനീയമായ വേഗത്തിൽ അകലുന്നതായി കണക്കാക്കിയിരിക്കുന്നു. ഇത് പ്രപഞ്ചം ആദിയിൽ ഒരു മഹാസ്ഫോടനത്തിൽ നിന്നുണ്ടായതാണ് എന്ന സിദ്ധാന്തത്തിന് ശക്തമായ പിൻബലം നൽകുന്നു. റേഡിയോ തരംഗങ്ങൾ, ഇൻഫ്രാറെഡ്, അൾട്രാവയലറ്റ്, എക്സ്റേ, ഗാമാരശ്മികൾ തുടങ്ങിയവ പിടിച്ചെടുത്ത് പഠനം നടത്തുന്നതിന് അനുയോജ്യമായ ടെലിസ്കോപ്പുകൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. ബഹിരാകാശത്ത് ഭൂമിയെ ചുറ്റിക്കൊണ്ട് പ്രവർത്തിക്കുന്ന എക്സ്റേ ദൂരദർശിനിയാണ് ചന്ദ്ര. ഇതുപോലെ പ്രവർത്തിക്കുന്ന മറ്റൊരു ബഹിരാകാശ ടെലിസ്കോപ്പാണ് ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ്. അന്തർദേശീയ ബഹിരാകാശ നിലയവും അതിലേക്ക് പറക്കാൻ സഹായിക്കുന്ന സ്പേസ് ഷട്ടിലും ബഹിരാകാശത്ത് നിരവധി പരീക്ഷണങ്ങൾ നടത്താൻ ശാസ്ത്രജ്ഞരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ബഹിരാകാശ ഗവേഷണ രംഗത്ത് നമ്മുടെ ഭാരതവും വളരെ മുന്നിലാണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവാണ് ഡോക്ടർ വിക്രം സാരാഭായ്. കേരളത്തിൽ തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിംഗ് സ്റ്റേഷൻ സ്ഥാപിച്ചതാണ് ഈ രംഗത്തെ ആദ്യത്തെ കാൽവയ്പ്. 1969 അണുശക്തി ഗവേഷണ വകുപ്പിന് കീഴിൽ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന, അതായത് ISRO സ്ഥാപിതമായി. തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ശ്രീഹരിക്കോട്ടയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിന് വഴിവെച്ചു. 1975 ആദ്യത്തെ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചതോടെ ഇന്ത്യയും ബഹിരാകാശ ഗവേഷണ രംഗത്ത് ചുവടുറപ്പിച്ചു. ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനാവശ്യമായ GSLV, PSLV തുടങ്ങിയ വിക്ഷേപണ വാഹനങ്ങളും ഇന്ത്യ വികസിപ്പിച്ചെടുത്തു. ഇക്വറ്റോറിയൽ ഉപഗ്രഹങ്ങൾ ഭൂമധ്യരേഖയ്ക്ക് മുകളിലായി ഒരു ഓർബിറ്റിൽ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നു. ഇവയുടെ പരിക്രമണകാലം ഭൂമിയുടെ ഭ്രമണകാലത്തിന് തുല്യമായാൽ അത്തരം ഉപഗ്രഹങ്ങളെ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നു. ഭൂമിയുടെ ഉത്തര ദക്ഷിണ ധ്രുവങ്ങൾക്ക് മുകളിലൂടെ 200 കിലോമീറ്റർ മുതൽ 1000 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിൽ ഭൂമിയെ ചുറ്റുന്നവയാണ് പോളാർ ഉപഗ്രഹങ്ങൾ. വാർത്താവിനിമയം, കാലാവസ്ഥാ പ്രവചനം, ഭൂമിയിലെ ധാതുസമ്പത്ത് കണ്ടെത്തുന്നതിന് സൈനികമായ ആവശ്യങ്ങൾ തുടങ്ങിയ വിവിധ മേഖലകളിൽ ബഹിരാകാശ ഗവേഷണം നമ്മുടെ ദൈനംദിന ജീവിതത്തെ എങ്ങനെയെല്ലാം സഹായിക്കുന്നുവെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം.